ഹായ് കൂട്ടുകാരെ, ഇതാ നിങ്ങൾക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഞാനിന്ന് നിൽക്കുന്നത് വയനാടിലെ ഒരു ചെറിയൊരു പഴശ്ശി പാർക്കിലാണ്. ഇവിടെ പഴശ്ശി സ്മാരകവും പഴശ്ശി പാർക്കും ഒക്കെ നിങ്ങൾക്ക് കാണാം. ഇത് പഴശ്ശി പാർക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ശരിക്കും കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രദേശമാണ്. കുട്ടികളുടെ ചിൽഡ്രൻസിൻ്റെ പാർക്ക് എന്ന നിലയിലാണ് ഇതിവിടെ പ്രവർത്തിച്ചു വരുന്നത്. ഏകദേശം 4.5 ഏക്കറോളം സ്ഥലം വിസ്തൃതിയിലുള്ള ഈ പ്രദേശം കുട്ടികളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒത്തിരി നടക്കാനും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഈ കാണുന്നത്. വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു എക്സിബിഷൻ പോലെ ഉണ്ടോ. ഇപ്പം വേനൽക്കാലമായതുകൊണ്ട് വെള്ളത്തിന് കുറവായതുകൊണ്ടാണ് ഈ വെള്ളം ഇവിടെ നിരത്തി വയ്ക്കുന്നത്. ഇത് തുടർന്നും ഇങ്ങനെ ഓടുന്നതാണ് സംഭവം. പിന്നെ പല കുട്ടികളുടെ മീറ്റിങ്ങുകൾ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ പുഴയോട് ചേർന്നിട്ടുള്ളതാണ്. തോണിച്ചാലിന് പോകുന്ന വഴിക്ക് മാനന്തവാടി KSRTCയുടെ വളരെ അടുത്തായിട്ടാണ് ഇത് കാണുന്നത്. എല്ലാവർക്കും വരാം. ഇവിടുത്തെ ഫീസുകൾ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഇത് കാണുന്ന സമയത്ത് അതിനകത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കിനി പുഴയോരത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. കണ്ടോ, കുട്ടികളെ കൊണ്ട് വന്നു കഴിഞ്ഞാലേ നമുക്ക് അവർക്ക് നടക്കാനായിട്ട് ഇവരെല്ലാം ഈ ഏരിയകളെല്ലാം നല്ല വൃത്തിയായി ഇൻ്റർലോക്ക് പാകിയിരിക്കുകയാണ്. അപ്പം ചെറിയ മക്കൾക്ക് സായാഹ്നത്തിൽ പുഴയോട് ചേർന്ന് നിന്നുകൊണ്ട് പുഴയുടെ ആ ഒരു സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അവർക്ക് ഈ ഇതിൽ നടക്കാനും നല്ല തണുപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്. പിന്നെ ചെറിയ ചെറിയ ഊഞ്ഞാലുകൾ, പിള്ളേർക്ക് വേണ്ടിയുള്ള ഊഞ്ഞാലുകൾ വെറുതെ കയറിയിരിക്കാനും. അതുപോലെ കണ്ട പാരൻസൊക്കെ വന്ന് കുട്ടികളെയൊക്കെ ഊഞ്ഞാലാട്ടുന്നുണ്ട്. അവർക്കൊക്കെ ഒരു രസമാണ് സംഭവിച്ചത്. ഒരു ഊഞ്ഞാലല്ല, ഒത്തിരി ഊഞ്ഞാലുകൾ കാണുന്നുണ്ട് കേട്ടോ. ഇതാണ് ഈ കാണുന്ന പുഴ കണ്ടോ. ഇതിൻ്റെ 2 സൈഡിലും ഇല്ലിയാണ്. ഇല്ലിമരച്ചോടുകളിലൂടെ അതിൻ്റെ ഇടയ്ക്കൂടെ ഈ പുഴ കാണുമ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുകയില്ല. ഇറങ്ങാൻ ഇവർ ഡേഞ്ചർ ആയതുകൊണ്ട് ഇറങ്ങാൻ സമ്മതിക്കുകയില്ല. കണ്ടോ, വളരെ മനോഹരമായിട്ട് താഴെ ഒരു തടയണയുണ്ട്. ആ വെള്ളം അതുകൊണ്ട് ഇവിടെ കെട്ടി നിർത്തിയേക്കാണ്. ഊഞ്ഞാലാണ് ഈ കാണുന്നത്. അവിടെ കുട്ടികൾ ഊഞ്ഞാലിലാടുന്നുണ്ട്. വയനാട് വന്നു കഴിയുമ്പോഴേ ഈ പാരൻസിനൊക്കെ കുട്ടികളെ കൊണ്ടുവന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ കണ്ടോ, ചെറിയ മക്കളെ അമ്മമാർ കൊണ്ട് നാട്ടിക്കുകയാണ്. കാരണം ഇവിടെ വലിയ വെയിലില്ല, നല്ലൊരു കാലാവസ്ഥയാണ്. പാരൻസിൻ്റെ ഒപ്പം വന്ന് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ പല സംഭവങ്ങളും ഇവിടെയുണ്ട്. റൈഡുകളാണ് സംഭവം. ഇതിലൊക്കെ നമുക്ക് കയറാൻ കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മുതിർന്നവർക്ക് 40 രൂപ ഫീസും കുട്ടികൾക്ക് 20 രൂപ ഫീസ് വരുന്നുള്ളൂ. ഈ ഫീസിനുള്ളിൽ തന്നെ ഈ സംഭവങ്ങൾ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. ഈ അടുത്തിടയ്ക്കാണെന്ന് തോന്നുന്നു, കാരണം വളരെ പുതിയതാണ്. അടുത്തിടെ ഇത്രയും സംവിധാനങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇതൊക്കെ നന്നായി ഉപയോഗിച്ചാൽ ഏറെക്കാലം മനോഹരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഭവമാണിത്. മരത്തിൻ്റെ അടിയിൽ ഇരിക്കാനും കൺട്രോൾ ചെയ്യുന്ന പഴയ രീതിയിൽ പണ്ട് കാലത്തേക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. മരത്തിനടിയിൽ പലക വെച്ചടിച്ചിട്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ അല്ലേ, നമ്മൾ മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നത് ഇതിനുള്ളിൽ ഈ സാധനം വെച്ചിട്ട് കുട്ടികൾക്ക് നീന്തി പഠിക്കാനായിട്ടുള്ള സംഭവം തോന്നുന്നു. അതേ സംവിധാനം തന്നെ ഇവിടെയുണ്ട്. ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഇതേ സംവിധാനം തന്നെയുണ്ട്. ഉണ്ടോ, ഇവിടെയും കാണാം. പിള്ളേർക്ക് പല ഗെയിമുകളിൽ ഏർപ്പെടാനുള്ള സ്ഥലമുണ്ട്. നിറച്ചും ഇല്ലികളും തോടുകളും പുഴകളും ചേർന്നിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ, പ്രത്യേക ചുറ്റോട് ചുറ്റും പുഴയാണ്. കാരണം ഏത് സൈഡിൽ നിന്നാലും നല്ല തണുത്ത കാറ്റുകളും പുഴയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഉണ്ടോ, ഇല്ലി മറ്റൊരു ഹൈലൈറ്റ് ആണ്. ഇതിൻ്റെ ചോടൊക്കെ അവർ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് ഫുൾ ടൈം പ്രവർത്തിക്കുന്നതാണോ? ഇത് എത്ര മണി വരെ ഉണ്ട്? 6 മണി വരെ ഉണ്ട്. രാവിലെ 9 മണി തൊട്ടല്ലേ? ഓക്കെ. എല്ലാ സ്നാക്സ് ജ്യൂസൊക്കെ ഉണ്ടോ? ഉണ്ട്. ഇത് നിങ്ങൾ കുടുംബശ്രീ അങ്ങനെ എന്തെങ്കിലും ആണോ സംഭവം? അല്ല,
ഇതിന്റെ തന്നെ പാർക്കിന്റെ തന്നെ ഇതായിട്ട് തന്നെ. ഓക്കെ, നിങ്ങൾ സ്ഥിരമായിട്ട് ഈ പാർക്കിൽ വരലുള്ളതാണോ? ഇവിടുത്തുകാർ തന്നെയാണോ? ഓക്കെ, അപ്പൊ എൻജോയ് ചെയ്യാറുണ്ട്. ഈ പാർക്ക് പുതിയതായിട്ട് ഇതാക്കിയതാണോ? പുതിയ സംഭവങ്ങൾ കാണുന്നത് പുതിയതായിട്ട് ചെയ്തത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ചാനലിലൂടെ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. കുട്ടികളൊക്കെ പാർക്കിൽ കളിക്കാനായിട്ട് വരുന്നുണ്ട്. ഇതാണ് അതിന്റെ പാർക്കിംഗ് ഏരിയകളും മറ്റു കാര്യങ്ങളും കാണുന്നത്. വാഹനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം. ഇല്ലിച്ചോടുകളുണ്ട്. പിന്നെ ഇതുണ്ടോ ഇരിക്കാനായിട്ട്, അതൊരു ക്യാരം ബോർഡ് പോലെ അവർ ചെയ്തേക്കാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം. പിന്നെ അതിലും ഹൈലൈറ്റ് ഇതിനുള്ളിൽ ഇവരൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ ഈ ഇല്ലികൾക്കുള്ളിൽ ഒരു സീറ്റിങ്. അതിൻ്റെ ഇതുണ്ടോ മണ്ടയ്ക്കൊക്കെ നല്ല രസം വരെ നോക്കാനായിട്ട്. നല്ല അടിപൊളിയായിട്ട് ഇത് ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ടോയ്ലറ്റ് മറ്റ് സൗകര്യങ്ങൾ എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചെറിയ റേറ്റിലാണെങ്കിലും വളരെ മനോഹരമായി കൂടുതൽ ടൈം എൻജോയ് ചെയ്യാനായിട്ട്, വെള്ളച്ചാട്ടവും മറ്റു കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഇവിടെ വരാം, എൻജോയ് ചെയ്യാം. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ നമുക്കിതിലേക്ക് ഇറങ്ങി നടക്കാം.